ഫ്രാഗ്രൻസ് ശരിക്കും സെഗ്രിഗേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർ ഒക്കേഷണലി യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ്, ഓഫീസിൽ പോകുന്നവർ യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ്, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ്. വുഡി അതല്ലെങ്കിൽ ലെതറി ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു പ്രീമിയം റേഞ്ച് ഒരു പ്രൊഡക്റ്റാണ് ടോം ഫോണിൻ്റെ ടസ്കൻ ലെതർ. ഈ ഒരു ഫ്രാഗ്രൻസിന് ഏകദേശം 1000+ കോസ്റ്റ് വരുന്നുണ്ട്. സാധാരണക്കാർക്ക് ഇത്രത്തോളം വിലയേറിയ ഒരു ഫ്രാഗ്രൻസ് വാങ്ങി ഉപയോഗിക്കാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല. മൈസൺ അൽ ഹംറ എന്നിട്ടൊരു ബ്രാൻഡുണ്ട്. അത് ശരിക്കും ലത്താഫയുടെ ഒരു പാറ്റൻറ്റ് കമ്പനിയാണ്. ആ ഒരു ബ്രാൻഡ് ശരിക്ക് ഒരുപാട് ഇൻസ്പയർഡ് ഫ്രാഗ്രൻസുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഏകദേശം നമ്മൾ ആ ഒരു ബോട്ടിൽ അതല്ലെങ്കിൽ ബോക്സ് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കത് ഏതിൻ്റെ ഇൻസ്പിറേഷൻ ആണെന്നുള്ളത് ആ ഒരു ബോക്സിൽ തന്നെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും, അല്ലെങ്കിൽ ആ ബോട്ടിൽ തന്നെ അറിയാൻ പറ്റും. പല ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് ഫ്രാഗ്രൻസുകളും മാർക്കറ്റിൽ ഇൻസ്പയർഡ് ആയിട്ട് അതല്ലെങ്കിൽ ക്ലോണായിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. മൈസൺ അൽ ഹംറയുടെ ഒരുപാട് ഇൻസ്പയർഡ് വേർഷന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ടസ്കാന ലെതർ, സോറി അവർ പേര് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരിപ്പോൾ സ്മോക്കി ടച്ച്. ശരിക്കും ടസ്കൻ ലെതറും ടസ്കാന ലെതറും നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത് ടസ്കൻ ലെതറാണെന്നുള്ളത്. അത്തരത്തിലാണ് അവർ ഓൾമോസ്റ്റ് ഇൻസ്പയർഡ് വേർഷൻ അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്രാഗ്രൻസ് ഇറക്കിയ സമയത്ത് എന്തെങ്കിലും ലീഗലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി അവർ ഇറക്കിയിരിക്കുന്നത് ഇതാണ് സ്മോക്കി ടച്ച്. ഈ ഒരു ഫ്രാഗ്രൻസ് സെയിം എനിക്ക് വേണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80% ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു 80% ടസ്കൻ ലെതറിൻ്റെ ആ ഒരു ഇൻസ്പയർഡ് വേർഷനാണ്. അതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ആദ്യം ബോട്ടിൽ എപ്പോഴും നമുക്ക് പറയുകയാണെങ്കിൽ ലത്താഫയുടെ ഫാമിലിയിൽ നിന്ന് വരുന്ന ആയതുകൊണ്ട് തന്നെ ബോക്സ് ആയാലും ബോട്ടിലായാലും ആ ഒരു ക്വാളിറ്റി അവർ ഇതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബോട്ടിലായാലും ക്യാപ്പായാലും ഒരു ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാപ്പും ബോട്ടിലൊക്കെയാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ സാധാരണ സ്നിഫ് ചെയ്ത് പറയുമ്പോൾ തന്നെ പറയാണ്, ഇത് ശരിക്കും പക്ക ഒരു ലെതറി വുഡി ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് നോട്ട് വന്നിട്ട് സഫ്രോണും ആനിമൽ നോട്ടാണ്. നമ്മൾ അടിച്ച ഉടനെ നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സഫ്രോണിൻ്റെ അതേപോലെ ഒരു ആനിമൽ നോട്ടിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. മിഡിൽ നോട്ടായിട്ട് വുഡി, ലെതറി, റാസ്ബെറി ആ ഒരു ബേസിലാണ് ഇതിൻ്റെ മിഡിൽ നോട്ടായിട്ട് വരുന്നത്. ബേസ് നോട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അതൊരു ശരിക്കും ഒരു ആംബർ അതേപോലെ ലെതർ വീണ്ടും അതിൽ എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ബേസ് നോട്ടിൽ ഞാനിത് ഉപയോഗിച്ച് നോക്കുന്ന നേരം എനിക്കൊരു ലാസ്റ്റ് ഒരു ഏകദേശം ഒരു മണിക്കൂർ കഴിയുന്ന നേരം എനിക്ക് ശരിക്കും അത് ലെതറി ഒരു ആംബ്രി ടച്ചാണ് എനിക്ക് ഈ ഒരു ഫ്രാഗ്രൻസിന് കിട്ടുന്നത്. ഇതെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഫ്രാഗ്രൻസ് ശരിക്കും സെഗ്രിഗേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർ ഒക്കേഷണലി യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ്, ഓഫീസിൽ പോകുന്നവർ യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ്, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ്, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതായത് ഒക്കേഷണലി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഫ്രാഗ്രൻസ് പറ്റുള്ളൂ. ചാടിക്കയറി ഞാൻ ഈ ഒരു ഫ്രാഗ്രൻസ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഫ്രാഗ്രൻസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പെർഫ്യൂം അയച്ചാൽ മതി. അങ്ങനത്തെ ആളുകൾ ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങിയാൽ അവർ പെടും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. ഈ ഒരു ഫ്രാഗ്രൻസ് ലാസ്റ്റ് ചെയ്യുന്ന ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് സോ ഫാർ ബെറ്റർ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രാഗ്രൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ലാസ്റ്റിംഗ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കരുത്. ലോഞ്ചിവിറ്റി അത്ര പ്രശ്നം അല്ലെങ്കിലും ഈ ഒരു ഫ്രാഗ്രൻസിൻ്റെ സ്മൂത്ത്നെസ്സും ഈ ഒരു ഫ്രാഗ്രൻസ് വേറെ നേരം കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസും അത് വേറെ ലെവൽ തന്നെയാണ്, അത് പറയാതെ വയ്യ. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.